ഇജ്ജ് വന്നാ ഇതെന്താ ഈ നേരം വരെ ഇജ്ജ് വരാഞ്ഞ്? ഇതെന്താടാ? എന്തൊന്നുമില്ലമ്മ. ഇതെന്തത് വട്ടത്തില് വട്ടത്തില് കിടക്കണത്? രാവിലെ ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. എന്തുണ്ടായി? എന്തുണ്ടായി? ആ കിടക്കാൻ വരട്ടെ. ഇതെന്താ പറ്റിയത്? ഇതെങ്ങനെ മുറിയായത്? ടീച്ചർ അടിച്ചതാ? പിന്നെ കൂട്ടുകാരുടെ തലവിടെ ഉണ്ടാവൂല്ലേ? പിന്നെ എന്തത്? പിന്നെ ഇത് വെറുതെ ഇപ്പൊ രാവിലെ പോയ ആളുടെ മുഖത്ത് ഇങ്ങനെ പാട് വരുമോ? എന്തുണ്ടായി? ഈ കിടക്കണ കാര്യം വിട്. ഈ ആദ്യത്തെ കാര്യം പറയും. എന്തുണ്ടായി? എവിടെ? മുറി അയക്കണ ടീച്ചർമാരോടൊന്നും പറഞ്ഞില്ല ഈ? സ്കൂൾ വിട്ടിട്ടായിരുന്നു? എന്താ ചെക്കന്മാരുടെ പേര്? എന്തിന്റെ കാരണം കൊണ്ടാണ് അടിച്ചത്? അതിനാ ചേച്ചി എനക്ക് വല്ല പെണ്ണിന്റെ കേസ് കൊണ്ടുപോകുന്നു. പിന്നെ എന്ത് പെണ്ണിന്റെ കാര്യം? ഇജ്ജ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാ? ഈ ചെല്ലാത്തവരിപ്പോ ടീച്ചർക്കേ ഒന്ന് വിളിക്ക. എന്താ ഉള്ള സംഭവം അറിയണല്ലോ. അമ്മമാർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എന്റെ മാഷിന്റെ നമ്പർ ഇതിലുണ്ടായിരുന്നല്ലോ. എവിടെയാണത്? ഹലോ, 10 ML മാഷല്ലേ? 10 ML സനോജ് മാഷല്ലേ? ഞാനേ സിനാന്റെ അമ്മയാണ്. 10 ME പഠിക്കണ സിനാനില്ലേ? സിനാനി എം. ഓന്റെ അമ്മയാണ്. മാഷേ, ഇന്നെന്താ കുട്ടി ആകെ മുഖത്ത് പാടൊക്കെയായിട്ടാണ് വന്നിക്കണത്? ഓന്റെ 3-4 കൂട്ടുകാരന്മാര് ഇടിച്ചി, വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചി എന്നൊക്കെയാണ് ഓൻ പറഞ്ഞത്. എന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ നിങ്ങക്ക്? ആ സ്കൂൾ പരിസരം നിങ്ങളെ ബന്ധപ്പെട്ട അല്ലേ? നിങ്ങളെ പരിസരത്ത്, സ്കൂളിന്റെ പരിസരത്ത് വെച്ച് അടിച്ചെന്നാണ് എന്റെ മോൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾ നിന്റെ കുട്ടറെ മുഖത്തൊക്കെ നോക്കി നോക്കുകയാണെങ്കിൽ നിറച്ച് പാടാണ്. ഒരു ഉമ്മക്ക് സഹിക്കോ അത്? നിങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിത്തം ഇല്ലാതെ വർത്താനം പറയാൻ നിൽക്കരുത്. പുറത്തു പോയിട്ട് നിങ്ങൾ അറിയണല്ലോ. നിങ്ങൾ വൈകുന്നേരം ആ കുട്ടികൾ കംപ്ലീറ്റ് കുട്ടികൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ അറിയണ്ടല്ലേ. നിങ്ങൾ എന്തെങ്കിലും തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത വർത്താനങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ആ സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ വല്ലതും അറിയണ്ട? എന്റെ മോൻ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പറയുന്നുണ്ട്. എന്താ കൂള, MDMA, കള്ള ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ വിതരണം ചെയ്യണ്ടത്രേ. നിങ്ങൾ എന്തെങ്കിലും അറിയണ്ട? HM ആയിട്ടല്ല സംസാരിക്കേണ്ടത്. ഇക്കിപ്പോ എന്റെ ക്ലാസ്സിലെ ടീച്ചറുമായിട്ട് ഞാൻ സംസാരിക്കണത്. ടീച്ചർ ആരും ഉത്തരവാദിത്തം പറയും. നിങ്ങൾ നേരം പോലെ ക്ലാസ്സിലേക്ക് വരണം, കുട്ടികളെ അറ്റൻഡൻസ് എടുക്കണം. ഇത് ഉച്ചക്ക് ആ ഭാഗത്തേക്ക് നിങ്ങൾ കയറി വരുന്നില്ല എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കും. ഞങ്ങൾ രക്ഷിതാക്കൾ നോക്കാതിരിക്കും. പിന്നെ ഒരു കുട്ടി ആബ്സെന്റ് ആയാൽ അത് വിളിച്ച് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ചെയ്യില്ല. നിങ്ങൾ അവിടെ കഥ എല്ലാ സ്കൂളുകളുടെ പിറകിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, കുറെ കാര്യങ്ങൾ നിങ്ങൾ നടത്തണം. നിങ്ങൾ പിന്നാലെ പോണ്ട. നിങ്ങളുടെ സ്കൂളിന്റെ മുമ്പിലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കൂടെ? അവിടെ അതിനുള്ളിൽ ആ പുകയില വിൽക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തുന്നുണ്ട്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? എന്നാൽ ടൂറ് പോയി കള്ളും കൊണ്ട് അത്ര ഇവിടുന്ന് പോയത് നിങ്ങൾ വല്ലതും അറിഞ്ഞാ? നിങ്ങൾ മാഷന്മാര് എന്താ ചെയ്തത്? നേരെ 10 മണിയോട് കൂട്ടി റൂമുകളിൽ കയറി വാതിലടച്ച് ഫോണും പിടിച്ച് കുത്തിരുന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? എത്ര കുട്ടികൾ കള്ളുടിച്ചന്ന് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഒരു വെറുതെ പറച്ചില്ല. മക്കള് ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് ഇതൊക്കെ. നിങ്ങൾ തന്നെയാണ് ആദ്യം കഥ കടച്ച് വാതിലടച്ചെന്ന് പറഞ്ഞത്. എന്തായാലും നിങ്ങളെ കൊണ്ടൊക്കെ കൂട്ടിയാ കൂടില്ല എന്ന് മനസ്സിലായി. ഇനി ബാക്കി നിങ്ങൾ നോക്കണ്ട. ഈ അഫ്സലിന്റെ പേര് എവിടെയാണ്? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അഫ്സൽ സി അത്ര ഓന്റെ ക്ലാസ്സിൽ പഠിക്കണേ. തുയത്തില്ലേ? ആയിക്കോട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കി. ഇനി നിങ്ങൾ നോക്കണ്ട. ഇനി ഞാൻ നോക്കിക്കൊണ്ട് ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടും. നിങ്ങളെ കൊണ്ടല്ലേ കൂട്ടിയാ കൂടത്തുള്ളൂ. ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടും. മനസ്സിലാവണ്ട? ഞാൻ നോക്കിക്കോളാം. എന്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെ നോക്കണല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലാന്ന്. നിങ്ങളൊരു കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ രക്ഷിതാക്കളെ വിളിച്ച് ചോദിക്കണ്ടേ എന്താണ് ഇന്ന ആള് സ്കൂളിലേക്ക് വരാത്തത്? ഒരു കുട്ടി പുസ്തകമായിട്ട് വന്നില്ല, നിങ്ങൾ ചോദിക്കണ്ടേ?
പിന്നെ നിങ്ങൾ അറിയണല്ലോ, ഞങ്ങളുടെ അടുത്താണ് ആ കുട്ടികൾ തീരെ ഇല്ലാത്തത്. നിങ്ങളുടെ അടുത്ത് 5-8 മണിക്കൂർ ആ കുട്ടികളുണ്ട്. രാവിലെ 8:30 മണിക്ക് സ്കൂളിലേക്ക് വരുന്ന കുട്ടി വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്, ആ ക്ലാസ്, ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം 5:30-6 മണിക്കാ വീട്ടിൽ കയറി വരുന്നത്. ഞങ്ങളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്താണ്. അപ്പൊ നിങ്ങൾ നോക്കണ്ടേ? ആ ഈ സ്കൂൾ ഗ്രൗണ്ട് മാഷായിട്ട് പറയാത്ര, ഈ സ്കൂൾ ഗ്രൗണ്ട് നിങ്ങളൊക്കെ എവിടുന്ന പഠിച്ചത്? എന്തായാലും ഇനി നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വായനശാലയുടെ പിറകിലുള്ള വീടല്ലേ, ഞാൻ നോക്കിക്കോളാം. മാഷ് വെച്ചോ, മാഷിന്റെ കാര്യം നടത്തട്ടെ. മാഷിനെ കൊണ്ടൊരു ഒരു ഉപകാരമില്ലാത്ത കുറച്ച് മാഷിമാർ ഇറങ്ങിയിരിക്കണം. ഇതിന്റെ വഴി എന്താന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ തുയത്തല്ലേ വീട്.